ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിടക്കാച്ചി വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളത്തെ വീഡിയോ ഒന്നും ഇടാത്തതിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അധികം വഴിത്തിരിവൊന്നും ഇടാതെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലോട്ട് വരാം. ആക്ച്വലി ഞാനിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനപദ ലോക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് എൻ്റെ ചുറ്റും നോക്കിയാൽ സുഹൃത്തുക്കളെ ഇപ്പോൾ കാട് മാത്രമാണ്. ജനപദ ലോക എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലുള്ളൊരു സ്ഥലമാണ്. ബാംഗ്ലൂർ മൈസൂർ ഹൈവേയുടെ ആ ഒരു സ്ഥലത്തുള്ളതാണ് രാംനഗര എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങളുടെ കോളേജ് ഐവിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് കഥപ്പെന്ന് പറഞ്ഞിട്ട് കേട്ടോ. കോളേജ് ഐവിയാണ്, അതുകൊണ്ടാണ് വന്നത്, വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് ഇതൊന്ന് വ്ളോഗ് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഡിസ്ലൈക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് രേഖപ്പെടുത്തുക ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ഇതാണ് ഇത്. നമുക്കിപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ സുഹൃത്തുക്കളെ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു കാട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞൊരു കാട്ടിലാണ്. കാട്ടിനെന്തോ പേരുണ്ടോ കേട്ടോ, എനിക്ക് അറിയത്തില്ല. അതേ സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് റോഡ് കാണാം സുഹൃത്തുക്കളെ. അപ്പുറത്ത് കൂടെ വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങൾ. ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അതിൻ്റെ അകത്തു കൂടെ പോകുന്ന ശരിക്കൊരു ഫീലാട്ടോ സുഹൃത്തുക്കളെ. വേണ്ടിയിട്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു കാടിനകത്തു കൂടെ പോകുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ. ഇതൊക്കെ കടന്നു വേണം നമുക്ക് ആക്ച്വലി പോകാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്. എന്തോ ഓക്കെ നല്ല അപ്പോൾ ഗൈസ് നാം എന്തായാലും ഒരു കാട് സവാരിക്ക് പോയാലോ എന്നൊരു ആലോചനയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ ഗൈസ്, ഇത് നോക്കൂ, ഫുൾ കാടുകളാണ്. കാട് മൊത്തം കേട്ടോ ഈ കാണുന്നത്. ഇതിൽ പോവുകയാണെങ്കിൽ ഇത് നമ്മൾ പോവുകയാണെങ്കിൽ ശരിക്കും പറയണമെങ്കിൽ ഈ കാടിനകത്തു കൂടെ ശരിക്കും നല്ല ഇതായിട്ട് കേട്ടോ പോകുന്നത്. ഞാൻ നടക്കുന്നത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ശരിക്കും കാടിനകത്ത് പോയ ഒരു ഫീലാണ്. നിങ്ങൾ ഈ വഴിയൊക്കെ കണ്ടോ ഗൈസ്? എന്തോ ഞാൻ ഈ പോകുന്ന വഴിയൊക്കെ ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും നടന്നു പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഗൈസ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി നിലവിൽ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ ഇത് എങ്ങോട്ടാണ് പോകണം? ഓക്കെ. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ എനിക്കും അറിയത്തില്ല ഇത് ഏത് വഴിയിലോട്ടാണ് പോകുന്നതെന്ന്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടു കഴിഞ്ഞാൽ നോക്കാം കേട്ടോ. ആരിലേക്ക് ഇവിടെ ഇരിപ്പുണ്ടാവുന്നതാണ് ഒരു വിശ്വാസം. എത്തി കാട് കഴിഞ്ഞ് ആൾക്കാരിയ്ക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയട്ടെ ഗൈസ്, ഇത് നോക്ക് ഗൈസ്, കാണാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ശരിക്കും പറയണമെങ്കിൽ ഇവിടെ. അപ്പോൾ ഗൈസ് എന്തെങ്കിലും വല്ല വഴിയുണ്ട്. നമ്മൾ പോയത് തെറ്റായ വഴി കൂടെ ഒന്നുമല്ല, കറക്റ്റ് തന്നെ. അവിടെ വഴിയുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡാട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ? ഫോക്കസ് ആണല്ലോ, ഫുള്ളല്ലേ കേട്ടോ. അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് സൈഡ് നോക്കുകയാണെങ്കിൽ ഫുള്ള് റോഡാട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറയുന്നത് ഫുള്ള് കർണാടകയുടെ ഫോക്ക് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളത് ആക്ച്വലി ഇന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് വീഡിയോ എത്തുമ്പോതാ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് താമസിച്ച് അങ്ങനത്തെ ഓരോ സെറ്റപ്പുകളാണ് കേട്ടോ. ഇത് നോക്കുക ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പട്ടികളെ കാണാം. പിന്നെ ഇവിടെ ഒരു ചേച്ചി, ഇതെന്ത് സാധനമെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് അതായത് ഒരു ചേച്ചി മറ്റേ വെള്ളത്തിൽ പാത്രം പിടിച്ചുകൊണ്ടിരുന്ന സീൻ കേട്ടോ നിങ്ങളീ കാണുന്നത്. അതുമാത്രമല്ല എന്തോ ഇവിടെ അവരുടെ അതെങ്ങനെയൊക്കെയാണ് ഇത് മറ്റേ വീടിനകത്തുള്ള ഫുൾ സെറ്റപ്പ് കേട്ടോ. ഇവിടെ കൊണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മുള കൊണ്ടുള്ള സെറ്റപ്പ് കേട്ടോ. വീടിൻ്റെ മുള മറ്റേ ബാംബൂ സ്റ്റിക്സ് വെച്ചിട്ടാണ് സെറ്റപ്പ് നടത്തുന്നത്, മറ്റേ വീടുണ്ടാക്കുന്നതിൻ്റെ. ഓക്കെ നോക്കൂ, നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലത്തെ നമ്മൾ അവിടെ കണ്ടില്ലായിരുന്നു, അവിടെ പോലത്തെ അതങ്ങനത്തെ ഒരു വീടിൻ്റെ സെറ്റപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ അവരുടേതായ ഓരോ കൾച്ചറുകളും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മറ്റേ ഇതിൻ്റെ വീടിൻ്റെയൊക്കെ സെറ്റപ്പ് എന്ന് പറയുന്നത് മറ്റേ സാൻഡ് അങ്ങനെയൊക്കെ കേട്ടോ. മറ്റേ ഈ ആൾക്കാരൊക്കെ മരം കൊണ്ടുവരുന്ന ആ ഒരു സെറ്റപ്പും അങ്ങനെയൊക്കെ കേട്ടോ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ
ഇത് ഇങ്ങനെ അത് ഓരോന്നോരോന്നൊക്കെ ഉണ്ട്. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് മറ്റേ ചെണ്ട അടിക്കുന്ന ആ ഒരു സെറ്റപ്പും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ചേട്ടൻ മരം കൊണ്ടുപോകുന്നു അങ്ങനെ. അപ്പോൾ ഇത് ഓരോ സ്ഥലങ്ങളിലോട്ട് നമ്മളിപ്പോൾ ഇത് കാണാൻ പോകുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യസ്തമുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇത് ഇങ്ങനെയാണ് ഇതെന്ന് വായിച്ചെടുക്കാൻ പറ്റണം. വായിച്ചെടുത്തുള്ള സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇതൊക്കെ ഓരോ ഇഗ്ലു പോലത്തെ ഒക്കെ സെറ്റപ്പാണല്ലോ. ഇങ്ങനെ ഓരോ ഇഗ്ലു പോലത്തെ ഒക്കെ സെറ്റപ്പ് കേട്ടോ. ശരിക്കും ഇതിനകത്ത് ഇവർ കാണിക്കുന്ന ഇവരുടേതായ ഓരോ കൾച്ചറുകൾ അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഓരോരുത്തരായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ മറ്റേ ശരിക്കും ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ട്രൈബൽ ആ ഒരു സെറ്റപ്പിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് അവരുടെ ആ ഒരു ടൈപ്പ് ഒരു ട്രൈബൽ ആ ഒരു സെറ്റപ്പൊക്കെ കേട്ടോ. ഇത് അവരുടെ മറ്റേ ആ ഡാൻസ് ഇത് കണ്ടോ ഗൈസ്. ഇത് അവരുടെ മറ്റേ ഡാൻസിന് അങ്ങനത്തെ ഒരു സെറ്റപ്പിൻ്റെയൊക്കെ ഒരു ഇതാട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വരുന്നതും അത്ര വലിയ ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടോ ഒന്നുമല്ല. ഇതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ആട്ടോ ഞാനും പറഞ്ഞത്. ഇത് നോക്കൂ ഗൈസ്, ഇത് നോക്കൂ ഓരോ വീടുകളും. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ വീടുകളും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് വെള്ളത്തിൻ്റെ ടാങ്കാണെന്ന് എനിക്ക് ഓരോ കണ്ടിട്ട്. ഇവിടെയൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റേ മണ്ണ് കൊണ്ടുള്ള വീടും പിന്നെ അല്ലെങ്കിൽ മുള കൊണ്ടുള്ള വീട് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. പിന്നെ ഇതൊരു ആന. ഇതാട്ടോ മറ്റേ അമ്പും വില്ലും ഉന്നം പിടിക്കുന്ന അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. ഇതാണ് മറ്റേ ആന, ഭയങ്കര വലിയ ആന കേട്ടോ. എന്തോ ഗൈസ് മറ്റേ ഇത് ആനയാട്ടോ. ഇത് ആനയാണ്. പിന്നെ ഇത് മറ്റേ തണുപ്പിൻ്റെയൊക്കെ സമയത്ത് മറ്റേ ആൾക്കാർ വന്നിട്ട് ചൂട് ഇത് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു വീടിനെക്കുറിച്ചുള്ള ഇത് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇതാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഗൈസ് ആ വീട് കണ്ടുവരുന്നത് കേട്ടോ. ശരിക്കും ഗ്രാമ സെറ്റപ്പ് തന്നെ, ഗ്രാമത്തിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതങ്ങനെ ഗൈസ് മറ്റേ മണ്ണ് കൊണ്ടുള്ള സെറ്റപ്പുള്ള വീട് കേട്ടോ. ഞാൻ ഇത്രയും നേരം മറ്റേ ആന സാധനം പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. കൈ നല്ല വേനയായിരുന്നു. അതുകൊണ്ട് എന്താ അത് വെച്ചാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് വന്നിട്ട് അവരുടെ ആ ഒരു ഉള്ള മറ്റേ ഡാൻസിൻ്റെ ആ ഒരു സെറ്റപ്പും പിന്നെ തുളസിച്ചെടി ഗൈസ്. ഇത് മറ്റേ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ മറ്റേ തുളസിച്ചെടി ഇപ്പോഴൊന്നുമല്ല, പഴയ കാലത്ത് വീട്ടിലൊക്കെ നമ്മൾ മറ്റേ തുളസിച്ചെടിയുടെ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വീടിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൊണ്ടെന്നാണ്. ഇത് സീ ഷോസ് ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റ്. ഇത് മൊത്തം ഉള്ളത് കർണാടകയിലാട്ടോ. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. നമ്മുടെ നാട്ടിലായാലും ഇങ്ങനെ നമ്മുടെ കൾച്ചറൊക്കെ കാണിക്കുന്ന രീതിയിൽ കുറേ സ്ഥലങ്ങളുണ്ടാവും കേട്ടോ. അതുപോലത്തെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് കർണാടകയിൽ ഇങ്ങനെ ഈ ഓരോ സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വെയിലാട്ടോ ഗൈസ്, നല്ല ചൂടുമുണ്ട്. ഇത് എന്നത് ഭയങ്കര പാടാട്ടോ ഈ ചൂടിൽ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിന്ന് വേർത്ത് വിളിക്കുകയാണ്. ഞാൻ എന്തായാലും അകത്തോട്ടൊന്ന് കയറി കണ്ടിട്ട് ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ കുറേ മ്യൂസിയം സെറ്റപ്പുകളുണ്ട്. പക്ഷേ ഇല്ലേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച വീഡിയോകളുണ്ടല്ലോ അതിനകത്ത് നമുക്ക് കയറാം, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇത് എന്നതാ അവരുടേതായ കുറച്ച് രഹസ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാത്തു സൂക്ഷിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇതിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഇതെന്തോ സാധനമാണ് റിലേറ്റഡ് ടു സംതിങ്, മറ്റേ റിലീജിയൻ സംതിങ് എന്താണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അങ്ങനെയൊക്കെ കേട്ടോ. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നോക്കുക, മുളച്ചെടി ഉണ്ട് കേട്ടോ, മറ്റേ ബാംബൂ ട്രീസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് കുറേ. അപ്പോൾ ഞങ്ങളങ്ങനെ കാടിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എനിക്കിങ്ങനെ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഓൾവേസ് മുഖ്യം. ഞാൻ അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞ ഒരു വ്ളോഗ് എടുക്കുന്നത്. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. വരും വ്ളോഗ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് അതായത് പബ്ലിക്കിലൊരു വ്ളോഗ് എടുക്കുന്നത്. നമ്മുടെ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ IV എന്ന് പറഞ്ഞില്ലേ, ഞാൻ വേറൊരു കേസ് പറഞ്ഞുതരാം. നിങ്ങൾ IV എന്ന് വിചാരിക്കുമ്പോഴത്തേനും മറ്റേ ആനന്ദ സിനിമയിൽ 3-4 ദിവസത്തെ പരിപാടിയാണ് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും വിചാരിക്കരുത്, ഇത് ഒരു ദിവസത്തെ പരിപാടിയാണ്. ഞങ്ങൾ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ച് വീടുകളിലെത്തും. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ കേസുകൾ. അപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല, 2 ആക്ടിവിറ്റീസേ ഉള്ളൂ.
എന്നാലും കുഴപ്പമില്ലെന്ന് വെക്കാം. ഇവിടെ ബോട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. പക്ഷേ ബോട്ടിംഗ് കണ്ടിട്ട് വലിയ 20 രൂപ 40 രൂപ എങ്ങനെയാണ് ഇതിൻ്റെ ചാർജസ് എന്ന് പറയുന്നത് ബോട്ടിങ്ങിൻ്റെ. പക്ഷേ കണ്ടിട്ട് വലിയ മെച്ചമുള്ള പരിപാടിയായിട്ട് തോന്നുന്നില്ല കേട്ടോ. ആ കൂടെ അവിടെ അവിടെ ഒരു ലേക്കിലിട്ട് ചുറ്റിക്കലാണ് അവരുടെ പണി. അങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങൾ. ഇത് കണ്ടോ ഗൈസ്, മൊത്തത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ കാടിൻ്റെ ഒരു വൈബാണ് സത്യം പറയുകയാണെങ്കിൽ. അതിപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിലും ഫുള്ളും മരങ്ങളും മറ്റേ ആ മൃഗങ്ങളുടെ ഒച്ചയും കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ, കുറേ കുരങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ, എന്നിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റേ ഇതിൻ്റെ കേസ് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റേ ബോട്ടിങ്ങിൻ്റെ കേസ് പറഞ്ഞില്ല, ബോട്ടിങ്ങിൻ്റെ ആ ലേക്കിൻ്റെയൊക്കെ കേസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതാ ഞാൻ ഇത് എന്നതാ. അപ്പോൾ അപ്പോൾ എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞാൻ തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് ആ ബോട്ടിങ് വരുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. 2x പോട്ടെ, 4x പോട്ടെ, കാണുന്നില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഒരു മിനിറ്റ്, എനിക്ക് 2 മിനിറ്റ് സമയം തരൂ. ആക്ച്വലി ബോട്ടിങ്ങിൻ്റെ കേസ് എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല കേട്ടോ, അതാണ് രസം. ഇതോ ഗൈസ് അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ, അതിനകത്ത് നമുക്ക് വേണം ബോട്ട് ചെയ്യാം. ഒരാൾക്ക് എങ്ങാനും ആണെന്ന് തോന്നുന്നു ഇത് എന്നതാ. അതിനകത്ത് ഒരു ബോട്ടിൽ വന്നിട്ട് 2 പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതൽ അറിയത്തില്ല, ഞാൻ കൂടുതൽ അന്വേഷിക്കാനും പോയില്ല. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മളെന്തായാലും ബോട്ടിങ്ങിന് പോകുമെന്ന് മാത്രം എനിക്കറിയാം. ലാസ്റ്റ് ആകുമ്പോഴേ പോകത്തുള്ളൂ കേട്ടോ. അതും കൂടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ സുഹൃത്തുക്കളെ. അങ്ങനെ കേട്ടോ ഓരോ കേസുകൾ. അപ്പോൾ ഇത് കാണിക്കണമെന്നുണ്ടായിരുന്നു. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ബോട്ടിങ്ങിൻ്റെ കേസും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് ബോട്ടിങ്ങിൻ്റെ സമയമാവട്ടെ. ബോട്ട് ഇതാട്ടോ, മറ്റേ തുഴയുന്ന ടൈപ്പ് ബോട്ടൊന്നുമല്ല, മറ്റേ പെഡലിങ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ മറ്റേ പെഡൽ ബോട്ടാകുമ്പോഴത്തേനും നമ്മളെന്നെ പിന്നെ എന്നെയൊക്കെ അറിയാമല്ലോ, സൈക്കിളൊക്കെ ചുട്ട് നല്ല ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആട്ടോ ഓരോ കേസുകളും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഗൈസ് നോക്കൂ, കുറേ കുരങ്ങന്മാർ കേട്ടോ. ഇത് കണ്ടോ, ഒരു കുരങ്ങൻ, ഇത് 2 കുരങ്ങൻ, അങ്ങനെയൊക്കെ കേട്ടോ. കാണാൻ നല്ല സെറ്റ് കേട്ടോ. പിന്നെ ഗൈസ് വേറൊരു കേസുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ട് മൃഗങ്ങളുടെ ഓരോ പ്രതിമകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസുകൾ. ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. ഇതോ ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. പച്ചപ്പാട്ടോ മൊത്തത്തിൽ. ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഇത് മൊത്തത്തിൽ പച്ചപ്പാണ്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഇത് മറ്റേ സാധനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുതിരയുടെ പുറകിലും മറ്റേ കാളയുടെ പുറകിലും പിടിപ്പിക്കില്ല നമ്മൾ, ആ സാധനം കേട്ടോ. ഇതുണ്ടോ സുഹൃത്തുക്കളെ, ഇങ്ങനെ ശരിക്കും നല്ല വലുതാട്ടോ. കാണുന്ന പോലെ നല്ല ശരിക്കും നല്ല വലുതാണ്. ഒന്നൊരു ജസ്റ്റ് ഇപ്പോൾ കാണിക്കാം കേട്ടോ കറക്റ്റായിട്ട് ബോട്ടിങ്ങിൻ്റെ. ഇതോ ഗൈസ് ഞാനൊന്ന് ഇരിക്കട്ടെ ഒരു മിനിറ്റ്. ഗൈസ് അതായത് അതാണ് ബോട്ടിങ്. അവിടെ കണ്ടോ നിങ്ങൾ, ബോട്ട് കണ്ടോ? ഇതാണ് മറ്റേ ലേക്ക് വെള്ളമെന്ന് പറയുന്നത്. കുഴപ്പമില്ല കേട്ടോ, ഞാൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. ഒരു സെക്കൻഡ്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. 4x പോട്ടെ. ബ്ലറാട്ടോ, കാരണം ഓവറായിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണത്തില്ല. ഇതാട്ടോ ആ ലേക്കെന്ന് പറയുന്നത്. ഇതേ കുറേ ഞാൻ വേറൊരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. മുതലകൾ. ഇതല്ല ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. ഒറിജിനലൊന്നുമല്ല, ശരിക്കും പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. പക്ഷെ പറയാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ദൂരത്ത് കാണുവാണെങ്കിൽ കുറച്ചും കൂടെ ദൂരത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വേറെന്തോ സാധനം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസുകൾ. ഇതാണ് ഇതിങ്ങനെയൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെ കിടക്കുകയാണെങ്കിൽ വാക്കുവേ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ ബോട്ടെന്ന് പറയുന്നത്. നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ സ്ഥലം കുറച്ച് വെർത്താണോ എന്ന് ചോദിച്ചാൽ വെർത്താണ്. വെർത്തല്ലെന്ന് ചോദിച്ചാൽ ആക്ച്വലി അങ്ങനെയല്ല, വെർത്താണ് സ്ഥലം. കുറേ കാണാനുണ്ട്, കുറേ കർണാടകയുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ കേസുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, വന്ന് എൻജോയ് ചെയ്യാം. പിന്നെ ചൂടുള്ള സമയത്ത് വരരുത് കേട്ടോ, പെട്ടുപോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ കേട്ടോ കേസുകൾ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ പറയാനുള്ള സുഹൃത്തുക്കളെ. ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് മറ്റേ സോങ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ കേട്ടോ. ഇത് കണ്ടോ, ഇത് അവരുടെ മറ്റേ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസോ അങ്ങനെ എന്തോ റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് മറ്റേ ഒരു ഇൻസ്ട്രുമെൻസൊക്കെ അവർ യൂസ് ചെയ്യുന്നത്.
അയ്യോ സോറി പറഞ്ഞു ഇല്ലില്ല കറക്റ്റ് തന്നെ മറ്റേ ഇതാട്ടോ ഒരു സെക്കൻഡ് ഇവിടെ എന്തെങ്കിലും എഴുതി വെച്ചാണ് കേട്ടോ നോക്കട്ടെ ബീസു കംസലെ എന്നങ്ങാണ്ടോട്ടോ ഇതിൻ്റെ പേരൊന്നും ഇത് പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ട് ഇതോ ഇങ്ങോട്ടേക്ക് ഇതോ കേട്ടോ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ഇങ്ങോട്ടാണ്. ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു സെറ്റപ്പുള്ള സ്ഥലത്തോട്ടാണ് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് പോവാം. അതുവരെ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, ചൂടെടുത്തിട്ട് നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും ഇനി അതിന് പോകുമ്പോൾ ഞാനെന്തായാലും വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണുക ഗൈസ്. ഗൈസ് നോക്കും നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആട്ടോ കേസുകൾ. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തും നമ്മൾ മുകളിൽ കണ്ട അതേ സെറ്റപ്പുകൾ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. ഇത് മറ്റേ പീരിങ്കി സെറ്റപ്പ് കേട്ടോ, അതായത് മറ്റേ ഇതിനെന്താ പറയുക, ഇത് മറ്റേ ക്യാനിൻ ഇത് മാറ്റിയില്ലേ ഞാൻ വേറെ കേട്ടോ. ഇത് മറ്റേ എന്നതാ നമ്മളെ ഇപ്പോൾ വന്നിട്ട് മറ്റേ ഒരു ടാങ്ക് പോലത്തെ ഒരു സാധനം കേട്ടോ. നമ്മൾ മറ്റേ ബാഹുബലി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ സെക്കൻഡ് പാർട്ടിൽ മറ്റേ ശിവഗാമി ദേവിയുടെ മറ്റേ ബാഹുബലി വന്നിട്ട് മറ്റേ വലിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനമല്ലേ, അത് ഏകദേശം ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം നമ്മളെവിടെ എത്തി? പാർക്കിലെത്തി സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ പാർക്കിലാട്ടോ. ഇവിടുത്തെ കുട്ടികൾ ഇവിടെ വരുവാണെങ്കിൽ കുട്ടികൾക്കും കൂടെ കളിക്കാൻ പറ്റുന്ന ഇതിൽ സെറ്റപ്പ് വേണമല്ലോ. അപ്പം കുട്ടികൾക്കും കൂടെ കളിക്കാൻ പറ്റിയൊരു സെറ്റപ്പിൽ ഇവരൊരു പാർക്കും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ സ്ലൈഡ്, സ്വിങ്, പിന്നെ സ്വിങ്, പിന്നെ മെറിഗോ റൗണ്ട്സ്, പിന്നെ മറ്റേ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ആട്ടോ അവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രസമുണ്ട്, നല്ലൊരു വൈബും ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ചൂടിൻ്റെ എന്താ പറയുക, ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അതാണ് അങ്ങേറ്റം രസം. രാവിലെ ആണെങ്കിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് മഴ, നല്ല അടിപൊളി മഴ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നെ നല്ല മഴ കഴിഞ്ഞുകൊണ്ട്, അത്യാവശ്യം കുറച്ച് മഴ കഴിഞ്ഞുകൊണ്ടായിരിക്കണം, നല്ല ചൂടുമുണ്ട്. കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഞാൻ മ്യൂസിയം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് മ്യൂസിയത്തിന് നമുക്ക് വീഡിയോസ് എടുക്കാം, പക്ഷേ ഫീസ് എന്താണ്ടോ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ വായിച്ചപ്പോൾ ക്യാമറാസിന് 590 സംതിങ് അങ്ങാനോ ആണ് റേറ്റ് എന്നാണ് ഞാൻ കണ്ടത്. പക്ഷെ അറിയത്തില്ല അത് എന്ത് ക്യാമറ റിലേറ്റഡ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ കേസുകൾ. നമുക്ക് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകണം നോക്കാം. ഫുഡ് കഴിക്കാൻ പോകുന്നില്ലേ, ഞാൻ വേറെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കിടന്ന് ഇവിടെ കസർത്ത് കാണിക്കാം കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് ജോഷിൻ. ആക്ച്വലി നമ്മളൊന്ന് വന്നപ്പോഴത്തേനും മൊത്തത്തിൽ 5 മലയാളീസ് ഉണ്ടായിരുന്നു. അത് 2 പേര് എൻ്റെ ക്ലാസ്മേറ്റും. പിന്നെ ഇതിനോ നടക്കാൻ പറ്റില്ല. ആര് അങ്ങനെ കിടക്കുക സുഹൃത്തുക്കളെ. മൊത്തത്തിൽ 5 പേരുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിലവിൽ 3 പേരേ ഉള്ളൂ. 2 പേര് അവിടെ അങ്ങാണ്ട് കറങ്ങി കിടക്കുവാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ കൂടെ കയറാൻ പറ്റുമെന്ന് കേട്ടോ. ഒരുത്തം കയറും. ഷോടാ ക്ലൈമറ്റ് ഷോ. ഭയങ്കര അഭ്യാസമാട്ടെ ഇവൻ, ഭയങ്കര അഭ്യാസമാണ്. ശരിക്കും നൈസായിട്ടോ കേസ്. ഇവിടെ എല്ലാവരും നല്ല ആൾക്കാരാണ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓക്കെ നോക്കും, ഞാൻ കാണിക്കാം കേട്ടോ ഏതൊക്കെ മ്യൂസിയം ഒന്ന്. ഒരു മ്യൂസിയം ഇതാട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്നാമത്തെ മ്യൂസിയം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ താഴത്ത് അവിടെ 2 മ്യൂസിയം ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേനും അവിടേതായിട്ട് അവിടെ ഒരു ചുമന്ന ഇത് കാണാൻ പറ്റും. ആ ഒരു ഓറമില്ലേ, ആ ഒരു ഓട് പോലെ ഇല്ലേ, അത് വേറൊരു മ്യൂസിയം കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു മ്യൂസിയം, ഇതിന് ലോക്കൽ സിറ്റി മ്യൂസിയം എന്നാണ് പറയുന്നത്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറേ എന്നാ പറയുക, ഫെസ്റ്റിവൽസിന് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ അവരുടെ ഡാൻസ് പരമായ കുറച്ച് രീതികളൊക്കെയാണ് അവരിവിടെ കാണിക്കണത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വേറൊരു കേസ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു ഇത് അരി എന്തോ ചെയ്യുന്നത്, ഇതെന്തോടാ ചെയ്യുന്നത് ഇത്? ഇത് ചോളമല്ലല്ലോ, എന്തോ പറയുന്നത്? വീറ്റ് അവരെന്തോ ഇത് ചെയ്യുന്ന പോലെ കേട്ടോ, പശു ഇതൊക്കെ വെച്ചിട്ട് അത് അങ്ങനത്തെ ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ.
ഇത് വന്നിട്ട് മറ്റേ പശുക്കളിലൊക്കെ ഇത് നിർത്തുന്ന സ്ഥലം കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ആൾക്കാർ വന്നിട്ട് ഇത് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ കൂട്ടത്തിൽ വന്ന് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ വന്ന് എല്ലാവരും ഇവിടെ ഉണ്ട്. അവരെല്ലാവരും അവിടെ കുറേ അപ്പന്മാർ ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഞാൻ വന്ന ഒരു പോട്ട് മേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. മാറിക്കോ വീഡിയോ എടുത്ത് ചെയ്യാം. സൂമി പോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോകട്ടോ. അതൊക്കെ പറയണ പോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങളെ കണ്ടോളൂ. മണ്ണുണ്ട് കേട്ടോ ഇതിനകത്ത്. പോട്ട് മണ്ണുകൊണ്ടല്ലേ പോട്ട് ചെയ്യുന്നത്. കറക്റ്റ് ഈ ചേച്ചി കേട്ടോ ചെയ്യുന്നത്. എടുത്ത് കാണോടോ. കാണുന്നുണ്ട്. ഇങ്ങനെയായിട്ടൊക്കെ സ്പോട്ട് ഉണ്ടാക്കുന്നവർ. Sir, what is the machine name, sir? There is a name. I will ask you. The machine name is Pot making machine. ഇവത്താല് കസ്റ്റർ പോട്ട് മേക്കിംഗ് മെഷീൻ ആക്കാതിരിക്കും നല്ലത്. അതെങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് മണ്ണെടുക്കുന്നവർ എന്നിട്ട് ചവിട്ടിക്കൂട്ടുന്നു. അവരത് വന്നിട്ട് സ്മൂത്തായി കൊണ്ട് സ്മൂത്തായി കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവർ നേരെ വന്നിട്ട് ഈ മെഷീനിലോട്ട് വെക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ. Hello ma'am, ಎಲ್ಲಿದ್ದೀರಾ? അവിടെ നിൽക്കണം, ഞാൻ വരുന്നു. നമ്മളില്ലേ അപ്പുറത്തോട്ട് പോയിട്ട് നോക്കാം. ആളെയൊന്നും മാറിക്കണം. ചേട്ടാ മരമാടാം. ഇപ്പം കറക്റ്റായിട്ട് ഇട്ടിടോ. మట్టి బాయిలో మొసలు സെക്കൻഡ് കേട്ടോ. ഞാൻ വരെയൊക്കെ കാണിച്ചില്ല. ಹೋಗಿ ಬಂದು ಯಾಕೋ ಇಲ್ಲಿ ಬರ್ತೀವಿ. ಹೋಗೊಂದು
ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ, ചെയ്യുന്ന ആളോട് ഇരിപ്പുണ്ട് കേട്ടോ. ഈ ചേച്ചിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ചേച്ചിയാണ് ഈ നമ്മുടെ കൂടത്തിൽ വന്നൊരുത്തനാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ ഈ സ്പോട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ಸ್ಪಾನ್ಸರ್ ಮಾಡಿ ಅರ್ಥ ಆಗಿಲ್ಲ ನಮಗೂ. ಏನು ವಾಪಸ್ ಅರ್ಥ ಆಗ್ತಾರ ನೀನು ಹೇಳೋದು ಕ್ಲಿಯರ್ ಆಗಿ. ഇങ്ങനെ കേട്ടോ ട്രഡീഷണൽ ഒരു പോട്ട് ഉണ്ടാക്കുന്ന ഇവര്. ഓക്കെ, അപ്പോൾ കേസ് ഇങ്ങനെയാണ് ഒരു ട്രഡീഷണൽ ഇതുണ്ടാക്കുന്ന പോട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അതിനെ ഉണങ്ങിയിട്ട് എടുത്ത് വെക്കുക. ഇത് എന്നിട്ട് അതുപോലെ ഇതുണ്ടോ കേസ്. അത് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് കണ്ടോ, ചെയ്ത് കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഉണക്കാൻ വെക്കുക. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ 50 രൂപ കൊടുക്കുന്നുണ്ടോ, 50 രൂപ ഇവിടെ വേണമെങ്കിൽ ചെയ്തിട്ട് ഇത് ചെയ്യാം. അല്ലെങ്കിൽ 100 രൂപ നമുക്ക് കൊണ്ടുപോകട്ടോ. ഓക്കെ, 100 രൂപ നമുക്ക് കൊണ്ടുപോകട്ടോ. ഇവനിപ്പോഴാണ് ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇതാണ് ട്രഡീഷണലായിട്ടൊരു പോട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ, സുഹൃത്തുക്കളെ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നടന്ന് ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കോ കേട്ടോ. ഇത് ഞങ്ങൾ കയറിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചു കാണിക്കും. ഇങ്ങോട്ട് കാണുന്നോ ഇതോ ഇങ്ങനെ കേട്ടോ. ആക്ച്വലി നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറിയത്. ഇത് കണ്ടോ, അതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു ബോർഡെന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തോട്ട് റോഡാണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നമുക്കൊരു മാപ്പ് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇന്ന സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇത് ഒരു ഡാൻസ് റിലേറ്റഡ് ആയിട്ടാണ്. ഇവിടെ തന്നെ ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മുട്ടരുത്, ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഇവർ പറയുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യക്ഷഗാന എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇതാട്ടോ, എന്തോ സാധനമാണ് നമുക്കറിയത്തില്ല. നമ്മൾ പോരാത്തിന് ഈ മലയാളീസും കൂടെ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും നമുക്കുണ്ടാവില്ല. പിന്നെ ഇത് വീരകാശ എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവരെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഹട്ട് പോലത്തെ ഒരു സെറ്റപ്പുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതിൻ്റെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ ഇന്ന് എന്തോ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സെറ്റപ്പും ബൊഫേ സെറ്റപ്പൊക്കെ അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇങ്ങനെ നടന്ന് പോയപ്പോഴത്തേനും നമ്മൾ ആദ്യത്തെ മ്യൂസിയം ഞാൻ പറഞ്ഞില്ലായിരുന്നു, കയറ്റാത്ത കുറച്ച് മ്യൂസിയങ്ങളുണ്ട്. അപ്പോൾ കയറ്റാത്തതല്ല, വീഡിയോ എടുക്കാൻ വിടാത്ത കുറച്ച് മ്യൂസിയങ്ങളുണ്ട്. പിന്നെ ഇത് ഇവിടെ തന്നെ മറ്റേ ട്രഡീഷണൽ ഡ്രം അടി, മറ്റേ ഫോക്ക് ഡാൻസിൻ്റെ അങ്ങനത്തെ ഒരു ഡ്രം അടി പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതും ഒരു ട്രഡീഷണൽ ആയിട്ടൊരു ഡ്രം പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മ്യൂസിയം എന്ന് പറയുന്നത്. ലോകമാത മന്ദിര എന്നും പറഞ്ഞുകൊണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കർണാടകയുടെ തന്നെ കൾച്ചറുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു വലിയ ജെയിൻറ്റ് വീൽ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് ഒരു മിനിയേച്ചർ സെറ്റപ്പ് ജെയിൻറ്റ് വീല് അങ്ങനെയൊക്കെ കേട്ടോ. ഇവിടെയാണ് ആ ജെയിൻറ്റ് വീൽ ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞ റെസ്ട്രിക്ഷൻസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാട്ടോ അയ്യോ ജെയിൻറ്റ് വീല് കാണാൻ പറ്റുന്നുണ്ടോ? ഗൈസ് ഇതാട്ടോ ഇത് ഇരിക്കുന്ന കേട്ടോ ജെയിൻറ്റ് വീല്. ഇരുട്ടാതൊന്നും കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇല്ലേ. ഇപ്പോഴാട്ടോ ആക്ച്വലി ഒരു കുറച്ച് തെളിച്ചമെങ്കിലും വന്നത്. ഇതിനു മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിച്ചം പോയിട്ടൊരു ഇതുപോലും ഇല്ലായിരുന്നു. കുറച്ച് നേരം വരെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഓരോ വഴിയുണ്ട്. പിന്നെ ഇതൊക്കെ ട്രഡീഷണൽ ഡാൻസ് ഉണ്ടോ. കാന്താരയൊക്കെ കണ്ടിട്ടുണ്ട്, കാന്താര സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഞാൻ തന്നെ കാന്താര സിനിമ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, സത്യമാടാ. പിന്നെ ഗൈസ് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന
ഒരു കാഴ്ചയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജനപദ ലോക എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച മറ്റേ ട്രൈബൽ വില്ലേജസും ഇതിൻ്റെ അപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാട്ടോ. പിന്നെ അതിന് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാട്ടോ എന്നതാ ഫുള്ളും മറ്റേ മുള കൊണ്ടുള്ള വീടും പിന്നെ അവരുടേതായ ജീവിത ശൈലികളും അങ്ങനെയൊക്കെ ആട്ടോ മൊത്തത്തിലുള്ളത്. ഹിൽ റീജിയൻ ഹൗസസ്, അതായത് മലമുകളിൽ ഉള്ള വീടിൻ്റെ ആ ഒരു ടൈപ്പ് ആട്ടോ ഇതുള്ള. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉള്ളതാണോ താറാവ്? ഞാൻ വിചാരിച്ച സ്റ്റാച്ചു വന്ന് ഇത് കണ്ട ഗൈസ്. ഇവിടെ ഒരു എഫക്ട്സിന് വേണ്ടിയിട്ടല്ലേ ശരിക്കുള്ള താറാവാട്ടോ ഇത്. താറാവിനില്ല ഇത്? താറാവാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇത് മറ്റേ മുളയിൽ വെച്ചിട്ടുള്ള വീട്, ആടുകളും പശുവൊന്നും ഒറിജിനലൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഈ മലമുകളിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മുള കൊണ്ടുള്ള വീട് ശരിക്കും പറയുകയാണെങ്കിൽ അടച്ചുറപ്പ് ഇത് കുറച്ച് അത്ര സേഫായിട്ടുള്ളതെന്നല്ല. പണ്ടത്തെ കാലമാണല്ലോ, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാണ് വേറൊരു ടൈപ്പ് വീടാട്ടോ. രണ്ട് ഇതുണ്ട്. ഇത് മുള കൊണ്ടുള്ള വീട്, മണ്ണ് കൊണ്ടുള്ള വീടല്ലേ, കളിമണ്ണ് കൊണ്ടുള്ള ഒരു വീടൊക്കെ ആട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ജോയൽ. ഇവനെ ഞാൻ ഇന്ന് കണ്ടുമുട്ടിയതാണ് യാദർശികമായിട്ട്. ഞാൻ നേരത്തെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ കേസ് പറഞ്ഞില്ലായിരുന്നു. എല്ലാ സീറ്റിലും സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ ബാങ്കർ ഓഫ് എവറി ഇന്ത്യൻ. ഇവിടെ നോക്കിയാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ ബാങ്കർ ഓഫ് എവറി ഇന്ത്യൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിൽ യാദർശ്യമായിട്ട് കണ്ടുമുട്ടിയതാണ്. ഇന്ന് മലയാളീസിൽ ഞാൻ വിചാരിച്ച ആ കൂടെ സാൻസ്ക്രിറ്റ് 3 പേരുണ്ടാവുള്ളൂ. ഞാൻ സാൻസ്ക്രിറ്റാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തേക്കുന്നത്. അതിൻ്റെയാണ് ഇന്നത്തെ IV. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 പേരേ ഉള്ളൂ, ഞാനും ജോഷനും അന്നേ മാത്രമേ ഉള്ളൂ മലയാളീസ് എന്ന്. അത് കഴിഞ്ഞാണ് ഞാൻ ജോയലിനെ സൂര്യദേവ് അവിടെ നമ്മൾ മറ്റേ പോട്ട് മേക്കിംഗ് ഉണ്ടല്ലോ, അവൻ അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങൾ. ഇനി എന്തായാലും ഇനി ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ കണ്ടില്ല. അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിക്കണം. അപ്പോൾ ഗൈസ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വലിയ ഹാള്, നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഹാളിൽ അല്ലെ ഔട്ട്ഡോർ വല്ല റിസോർട്ടൊക്കെ പോലെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നോക്കുവാണെങ്കിൽ ഈ സ്ഥലത്തോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പരിപാടി നടക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് പോലെയൊക്കെ ആട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസുകൾ. ഇതിങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇരിക്കാനുള്ള സ്ഥലം. കുറച്ച് ദിവസമായിട്ട് മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യം. ഇതൊന്ന് ബയലു റംഗ മന്ദിര അങ്ങനെ എങ്ങാണ്ടോ കേട്ടോ ഇതിൻ്റെ പേര്. ആക്ച്വലി ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, നമുക്ക് അകത്തൊന്നും കാണാൻ പറ്റില്ല, പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ടോ. ശരിക്കും പറയണം ഇന്നാണ് ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇത് വന്നത്. കാരണം ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് മടിക്കുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. നാട്ടുകാർ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നാട്ടുകാർ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രാവൽ വ്ളോഗ്സ് ചെയ്യാണ്ടിരുന്നത്. ഇനി എന്തായാലും എനിക്കിപ്പോൾ ധൈര്യം എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്ത് ആ ഒരു ധൈര്യം പബ്ലിക് ഇനിയും കുറച്ചും കൂടെ പബ്ലിക്കിലും ഫ്രണ്ടിൽ ചെന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഗൈസ് വേറൊരു വീഡിയോ ഇന്ന് ഈ ഒരു മാസം അവസാനം വരുന്നുണ്ട്, നാട്ടിൽ പോകുന്നത്. അതിന് മുമ്പായിട്ട് കരോളിൻ്റെ ക്രിസ്മസിൻ്റെ ഈ മാസം 25 ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ വീഡിയോയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രിബ് ഉണ്ടാക്കുന്നുണ്ട്, ക്രിസ്മസ് ട്രീ വെക്കുന്നുണ്ട്, സ്റ്റാർസ് ഇടുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അധികം വാജ് പഠിച്ച സമയം കളയാണ്ട് നേരെ പോയി ഫുഡ് കഴിക്കാം. ഓക്കെ നോക്കും, ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന നോർത്ത് കർണാടക മീൽസാണ്. അപ്പോൾ നമ്മൾ ഈ കട ഇത് കണ്ട എല്ലാം വന്നു. ഇനി സാധനങ്ങളൊക്കെ വരാൻ കിടക്കുന്നുണ്ട്. എൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കട മൊത്തം ആൾക്കാരുണ്ടോ. അപ്പോൾ അങ്ങനെ കേട്ടോ സാധനം വരാനുണ്ട് കേട്ടോ. സാധനം വന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ മീൽസ് എന്ന് അവർ പറഞ്ഞാൽ 3 ഐറ്റംസാണ്. 3 ഐറ്റംസും പിന്നെ നോർത്ത് കർണാടക സാധനം എന്ന് പറയുമ്പോഴത്തേനും 3 സാധനങ്ങളാണ് അവർ പറഞ്ഞത്. അതിനോട് സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ അവർ പറഞ്ഞു. പക്ഷേ എന്തായാലും നമുക്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും സാധനം വരട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതായത് അങ്ങനെ സാധനങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് മോര്, ഇതാട്ടോ തൈരാട്ടോ, കുടിക്കാനുള്ള മോര് വന്നിട്ടുണ്ട്, തൈര് വന്നിട്ടുണ്ട്, സലാഡ്, ഇത് ചെറുപയറിൻ്റെ മറ്റൊരു കറി പോലത്തെ, ഇത് പരിപ്പ്, പിന്നെ ഇത് നാരങ്ങ കൊണ്ടുള്ള എന്തോ കറി സെറ്റപ്പ്, ഇത് പപ്പടം, ഇത് ചട്നി, പിന്നെ ഇത് പൊക്കി കഴിഞ്ഞ് ഇതിൻ്റെ അടി വേറെ എന്തോ ഉണ്ട് കേട്ടോ. ഇത് വരുന്ന മറ്റേ കുക്കുംബർ, ഉള്ളി അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് റൊട്ടി വരുന്നുണ്ടോ, ചീസല്ല ഇതോ. നമ്മളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വന്നിട്ടുണ്ട്. ഇത് റൊട്ടി വെക്കണം. റൊട്ടിയുടെ മുകളിൽ ഒരു ബട്ടർ വെക്കാം കേട്ടോ. ആ ഒരു ബട്ടർ വെക്കണം. അപ്പോൾ നമ്മുടെ ഫുൾ ഇത് കേട്ടോ.
അപ്പോൾ എന്തായാലും ഫുഡ് കാണിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഞാനിനി കഴിച്ചിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു പീസ് എടുത്തു, നേരെ കുഴപ്പമില്ല, ഫുഡ് കുഴപ്പമില്ല. അതങ്ങനെ കേട്ടോ കാര്യങ്ങൾ. ഇതെന്താ ഇത് ചപ്പാത്തി, നാരങ്ങയുടെ ഒരു കറി, ഇത് അങ്ങനെ സലാഡ് ഓരോ സാധനം കേട്ടോ. ഞാനൊന്നുമില്ല. ഇത് അവിടെ ഭാഗത്ത് ബട്ടറുണ്ട് കേട്ടോ. നേരെ ഒരു പീസ് എടുക്കുക, എന്ത് ചെയ്യുക, കുറച്ച് ഇതെടുക്കുക, കുറച്ച് നാരങ്ങ കൂടെ എടുക്കുക, എന്നിട്ട് സൂപ്പർ കേട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് കണ്ട് അവസാനം സ്ഥലങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ എൻ്റെ ആണ്. സോ ഗൈസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് പോലെ രേഖപ്പെടുത്തുക ഗൈസ്. അപ്പോൾ ഗൈസ് വീണ്ടും മറ്റൊരു കിടക്കാച്ചി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ബീക്കൺ സൈനിങ് ഓഫ് ഫ്രം ബീക്കം ബ്രദേഴ്സ് വ്ളോഗ്സ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ നല്ല കിടക്കാച്ചിടേക്കും വീണ്ടും മറ്റൊരു കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ ഗൈസ്.